ഒരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ഞാൻ ആദ്യം ഹിന്ദി അറിയാത്ത ഞാനൊരു ഹിന്ദി റേഡിയോ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ജോലി ഒഴിവാക്കിയ വിമാനത്തെ പോലും നോക്കാറില്ല. ഇപ്പോൾ ആകാശത്തേക്ക് നോക്കാറില്ല. പറയാം അമ്മ ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്നോടൊന്നും ഉരിയാടാതെ പോകുന്നതെന്നും കരുതി വാണിടും നിന്നോടൊന്നും. അത് ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല എന്ന് കേട്ടിട്ടില്ലേ? തർഹമല്ലടോ പദത്തിലേക്ക് എത്തിയല്ലേ അവസാനം. എൻ്റെ കരത്തെ നീ ഗ്രഹിക്കണം സുന്ദര. അല്ല, അപ്പൊ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യണത് എങ്ങനെയാണ്? ട്യൂൺസ് എങ്ങനെയാ കിട്ടണത്? ലൈക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണോ? അതാ ഞാൻ പറഞ്ഞത്, ഈ ട്യൂൺസ് കിട്ടുന്നതൊന്നും റെലവെന്റ് അല്ല എന്ന് പറയാം. ആക്ച്വൽ സിനാരിയിലേക്ക് വരുമ്പോൾ, ആക്ച്വൽ സിനാരിയിലേക്ക് എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല, ഐ എം ഷുവർ ദർ ആർ പീപ്പിൾ അവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ റെക്കോർഡ് ഒരുപാട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഡയറക്ടറും എൻ്റെ ലിറിക് റൈറ്ററും മുമ്പിലിരുന്ന് ഞാൻ ഹാർമോണിയം വെച്ചാലേ അത് വരുള്ളൂ. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അപ്പോൾ അവിടെ ഇപ്പം ഞാനൊരു മ്യൂസിഷ്യനെ വിളിക്കുകയാണ്, ഇപ്പോൾ ഒരു BGM എൻ്റെ ഒരു പാട്ടിന്, അതാണ് ഒരു പക്ഷേ ഞാൻ അറേഞ്ചർ എന്നുള്ള പേര് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മോർ ദാൻ എ പ്രോഗ്രാമർ, ഞാൻ ഒരു എൻ്റെ എല്ലാ പാട്ടുകളിലും ഒരു BGM അല്ലെങ്കിൽ വന്നാൽ ആ ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാജേഷ് ചേട്ടനെ ചേർത്തല അല്ലെങ്കിൽ ജോസ് ചേട്ടനെ ഫ്ലൂട്ടിന് വിളിക്കാമെന്ന് വിചാരിക്കാം. എൻ്റെ ആ ഫ്ലൂട്ടിൻ്റെ BGMത്തിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. ആ ആർട്ടിസ്റ്റ് അവിടെ വന്നിട്ട് ഞാൻ അപ്പം അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് അപ്പം അവിടെ നിന്ന് പാടിക്കൊടുക്കുന്നതാണ് ആ BGM. അല്ലാതെ പ്രിപ്പയർഡ് അല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ സംഭവിക്കുന്നതാണ്. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മാത്രമല്ല, ഞാൻ ഇതെൻ്റെ മുമ്പ് കണ്ട കമ്പോസേഴ്സിൻ്റെ അടുത്തൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അത് അവരെ നമ്മുടെ ഒരു സോണിലേക്ക് ആക്കിയിട്ട്, ഒരു മ്യൂസിഷ്യൻ വരുമ്പോൾ നമ്മുടെ സോണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്, ചേട്ടാ ഇങ്ങനെ ബിറ്റിൽ ഇതേ BGM ഇപ്പം ഞാൻ ഏറ്റവും പറയാം, ഈ പൊൻവെയിലും കസവായി എന്നുള്ള പാട്ടിൻ്റെ സെക്കൻഡ് BGM അത് വിസിലാണ്. ഇതിങ്ങനെ ജോസ് ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ അതൊന്ന് വിസിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ജോസ് ചേട്ടൻ ഒന്ന് വിസിൽ ചെയ്താണ്. അപ്പോൾ നമ്മളിങ്ങനെ വായോണ്ട് പറയുന്നു, ജോസ് ചേട്ടൻ അതാണ് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മ്യൂസിഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് വി ആർ ബ്ലെസ്ഡ് വിത്ത് സച്ച് അമേസിങ് ടാലൻസ്. കൊച്ചിയിൽ ഞാൻ നിന്നിട്ട് തന്നെ എനിക്ക് എന്താ പറയുക, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ഉണ്ടല്ലോ, അതാണ് ആ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ അതിലും പ്രശ്നമാണ്. എന്നാൽ പോലും പറയാൻ, സുമേഷ് പരമേശ്വർ ലെജൻഡറി ഗിറ്റാറിസ്റ്റ്, അനുരാഗ് ഉണ്ട്, സന്ദീപ് ഉണ്ട്. ഇവരൊക്കെയും നമ്മളൊരു പ്രോജക്റ്റിനെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു എന്താ പറയുക മ്യൂസിക്കാലിറ്റി, അതിൻ്റെ സൗണ്ടിങ്ങിനെ എത്രത്തോളം നമുക്ക് ഒരു ഓർണമെൻ്റ് ആക്കി തരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ഒരുപാട് മുത്തുകൾ വേണം ഒരു മാലയാവാൻ എന്ന് പറയും. ഇതൊക്കെ ഓരോ രത്നങ്ങളാണ് എന്ന് പറയാൻ ഞാൻ എപ്പോഴാണ്. അപ്പോൾ അതുപോലെ ഒരുപാട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്. ഇപ്പം ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം തന്നെ പലപ്പോഴും നമ്മൾ മറ്റൊരു സ്റ്റുഡിയോ, ഒരു ആംബിയൻസിൽ പോയി നമ്മളൊരു മൈൻഡ് എസ്റ്റാബ്ലിഷ് ആവണമെന്ന സമയം ഞാനൊരു സ്വന്തം സ്ഥാപനത്തിലാണെങ്കിൽ എനിക്ക് എൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. എനിക്ക് ഈ കഥ പറച്ചിൽ കൂടുതലാണ്. എൻ്റെ എഞ്ചിനീയേഴ്സും എൻ്റെ മ്യൂസിഷ്യൻസ് ഒക്കെ പറയും, ഓ ചേട്ടൻ്റെ കഥ തുടങ്ങി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ ഏറ്റവും കൂടുതൽ. അല്ല, ഇത് ഭയങ്കരതാണ്. നമുക്ക് എന്താ വെച്ചാൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ എൻ്റെ ഡയറക്ടറുടെ കയ്യിൽ നിന്നും എടുത്തു എന്നുള്ള പൂർണ്ണമായ ബോധം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മ്യൂസിഷ്യൻസിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാളൊരു തബലിസ്റ്റ് അല്ല. ഇപ്പോൾ പാച്ചു എൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് വായിക്കുന്ന ആളാണ്. പാച്ചുവിൻ്റെ അടുത്ത് ഞാൻ ഒരു പാട്ട് വായിക്കുന്നതിന് പാച്ചു ഇതാണ് പ്ലോട്ട്, ഇതാണ് ഇന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു ആവശ്യമേ ഉണ്ടാവില്ല. പക്ഷേ അതിന് പാച്ചു വായിക്കുന്നതിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേറെയാണ്. ആൻഡ് ഐ എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പം അതുകൊണ്ട് ഓരോ കോമ്പോസിഷൻ്റെ യുണീക്നെസ്
ദി മ്യൂസിഷ്യൻസ് ആൻഡ് ദ ടെക്നീഷ്യൻസ് ഷുഡ് നോ. അവർ അറിഞ്ഞിട്ട് അതിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഈ അറേഞ്ചർ എന്ന് പറഞ്ഞല്ലോ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ, ശരിക്കും അറേഞ്ചറുടെ റോൾ എന്താണ്? അതൊരു കോൺട്രിബ്യൂഷൻ എത്രത്തോളാണ് ഒരു ഫൈനൽ സോങ് വരുമ്പോൾ? ഒരു കാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്പോസറും അറേഞ്ചറും എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഹാരഥന്മാരായ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്, അപ്പോൾ രവീന്ദ്ര മാഷാണെങ്കിൽ അവർക്കൊക്കെ കമ്പോസിങ് കഴിഞ്ഞാൽ ഇത് ഈ സോങ്ങിൻ്റെ ഒരു സ്റ്റൈലിലേക്ക്, അതപ്പോൾ നമ്മളൊരു പ്രമദവനം വീണ്ടും എന്ന് പറഞ്ഞ പാട്ട് എന്ന് വിചാരിക്കും, അതിന് മുമ്പിലും പുറകിലും അതിൻ്റെ ഒരു താളവും അതിൻ്റെ മ്യൂസിക്കും ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, അതിൻ്റെ ബാക്കിംഗ്, കോഡ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ ചെയ്യുന്നത് ഒരു അറേഞ്ചറാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന R.K. ശേഖർ സാർ, നമ്മൾ റഹ്മാൻ സാറിൻ്റെ അച്ഛൻ ആണ്, വൺ ഓഫ് ദ. പക്ഷെ അതൊന്നും അല്ലാത്ത തന്നെ ഒരുപാട് ചെന്നൈയിലൊക്കെ അറേഞ്ചേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പൊ അറേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് അത്ര ഒരു പ്രോമിനൻസ് ഇല്ലാത്തത് മോസ്റ്റ് ഓഫ് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആളുകളൊക്കെ പ്രോഗ്രാമേഴ്സ് ആണ്. പ്രോഗ്രാമേഴ്സ് പറഞ്ഞ ഒരു കീബോർഡിൽ തന്നെ അവർക്ക് ഒരു 80% ഓഫ് ദ വർക്ക് ഇസ് ബീൻ ഡൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫ്ലൂട്ട് ബീജ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലൂട്ട് ബീജിയം വേണമെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ അതൊരു ബീജിയം ആക്കിയിട്ട് നേരെ വന്ന് സ്റ്റുഡിയോയിലേക്ക് ഈ ഫ്ലൂട്ട് പ്ലെയറെ വിളിച്ചിട്ട് ഇത് വായിപ്പിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാൻ അതിൽ അറേഞ്ച് ചെയ്യുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്ലൂട്ട് ബീജിയം അറേഞ്ച് ചെയ്യുന്നതും അത് പാടിക്കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അല്ലാതെ ഞാനൊരു പ്രോഗ്രാമറെ അതിന് ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഞാൻ ചെയ്യുന്നത്, ഓഫ്കോഴ്സ് ഞാൻ പ്രോഗ്രാമർ ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊരു പ്രോഗ്രാമർ എടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാണ്ട്, അപ്പോൾ അവരതിലൊരു സോണിക്സ് ഷേപ്പിലാക്കി തരും, സൗണ്ട് ഷേപ്പിലാക്കി തരും. അല്ലാതെ പക്ഷെ അത് തിരിച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കമ്പോസേഴ്സ് പ്രോഗ്രാമേഴ്സ് ആയിട്ടുള്ള അറേഞ്ചേഴ്സ് ആയിട്ടുള്ള ഉണ്ട്. അവരവരുടെ കീബോർഡിൽ തന്നെ അല്ലെങ്കിൽ പ്രോഗ്രാം പെർസ്പെക്റ്റീവിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഒരു മെലഡീനെ റിച്ച് ആക്കണമെങ്കിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അതെ, അറേഞ്ചറും. അപ്പൊ ഇപ്പൊ അതാണ്, അറേഞ്ചറും പ്രോഗ്രാമറും ഇപ്പൊ ഒരാളാണ്. അറേഞ്ചറും പ്രോഗ്രാമറും കേൾക്കുമ്പോൾ പാട്ട് വളരെ ചെറിയൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ആരാധികയൊക്കെ പോലത്തെ പാട്ട്, അതിന് കുറച്ചുകൂടെ റിച്ച് ആക്കാം. അതിന് ബാക്കിംഗ് എലമെന്റ്സും അതിന്റെ കോർഡ് പ്രോഗ്രഷൻസും ബീജിയംസും ഒക്കെ വരുന്നത് ഒരു പക്ഷേ അതാ ഞാൻ പറയാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പൊ ഇവിടെ ദീപക് എട്നോ, രാഹുൽ ഷാൻ, ഇവരൊക്കെയും പ്രോഗ്രാമേഴ്സും കൂടിയാണ്. അവർക്ക് കീബോർഡിൽ ഞാൻ അങ്ങനെ ഒരു ടെക്നിക്കലി ഞാനൊരു പ്രോഗ്രാമിങ് ചെയ്യും, പക്ഷെ ഞാൻ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഞാനൊരു പ്രോഗ്രാമറെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇതൊക്കെ ഈ ഫ്ലൂട്ടിന്റെ മ്യൂസിക്കും എല്ലാം എടുത്ത് വയലൻസോ എന്തൊക്കെയാണ് കഴിഞ്ഞ് ഞാനൊരു പ്രോഗ്രാമറെ എടുത്ത് പോകും. ഞാൻ പാട്ടെടുക്കുമ്പോൾ പലപ്പോഴും വോയിസ് ആണ് ആദ്യം എടുക്കുക, വെറുതെ ഒരു ബീറ്റിൽ. ഇപ്പൊ ഒരു പ്രോജക്റ്റ് നടത്തിയിരുന്നു, അപ്പോൾ അതിൽ മധുചേട്ടൻ ഒരു പാണിയിരുന്നു, അപ്പോൾ ശ്രുതി വെച്ചിട്ട് മാത്രമാണ് വോയിസ് എടുത്തത്. ചിത്ര ചേച്ചി ഒരു പ്രോജക്റ്റിൽ പോയത്, അതൊക്കെ ശ്രുതി മാത്രം വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് ലെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നു. റിസ്ക് കൂടുതലാണ്. പക്ഷേ നമുക്കിനി ആൻ അൺസങ് ഹീറോ എന്നുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു പ്രോജക്റ്റാണത്. കുറച്ച് കാലം മുമ്പാണ് ആക്ച്വലി ദീത നായർ ആൻഡ് രമേശ് ഏട്ടൻ, അവർ US ബേസ്ഡ് ആണ്. നമ്മൾ KS ചിത്ര ചേച്ചിയുടെ റിലേറ്റീവ് ആണ്, അതായത് വല്യമ്മയുടെ മകളാണ്. അവരെന്നെ ഈ പ്രോജക്റ്റിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എൻ്റെ അടുത്ത് ഈ സ്റ്റോറിയുമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇവർ 2019 കൊറോണ ഉള്ള സമയത്ത് ഇവരൊരു ഫാമിലി ട്രീ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ആൻസസ്ട്രൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായി, ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാനുള്ള ജിജ്ഞാസ കാരണമുള്ള ഒരു യാത്ര അവർ നടത്തിയതാണ്. അങ്ങനെ ഇവർ ഇങ്ങനെ ഫാമിലി ട്രീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രയോ ഇങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അങ്ങനെ പോകുന്ന പറയുന്നത് ജിനോളജി ബുക്ക് പോലെ. എക്സാക്ട്ലി. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ചേച്ചി എൻ്റെ അടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഇവരുടെ ഒരു 6 തലമുറ മുമ്പ് 1700-800 കാലഘട്ടത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഒരാൾ പണ്ഡിറ്റ് ശങ്കർനാഥ് ജ്യോത്സ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് രഞ്ജിത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ. അപ്പോൾ അതിൽ ചിത്ര ചേച്ചി പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ.
മധുച്ചേട്ടൻ പാടുന്നുണ്ട്. പറഞ്ഞു ഓക്കെ, രഞ്ജിത്താണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വാട്ട്, ആകെ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഒന്ന് അത്രയും അങ്ങനെ ഒരു മ്യൂസിക്കൽ ഫാമിലിയിലേക്കാണ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അറിയാലോ, ചിത്ര ചേച്ചി, ഹീന ചേച്ചി, അവരെല്ലാവരും. അപ്പം അങ്ങനത്തെ ഒരു കുടുംബമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് ഷുവറാണല്ലോ? പറഞ്ഞു ഓ ഷുവറായിട്ടും രഞ്ജിത്ത് തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ 2026 ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ഫിലിമിൻ്റെ അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊരു റഫ് എഡിറ്റ് കാണാൻ എന്നെ വിളിച്ചത്. അപ്പോൾ അവാർഡ് വിന്നിങ് ഡയറക്ടറായ ശരത് സാറാണ് ഇതിൻ്റെ ഡയറക്ടർ, ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നു. അവിടെ കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇത് ആക്ച്വലി പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. കാരണം നമുക്കറിയാത്ത, പ്രത്യേകിച്ച് നമ്മളൊക്കെ എത്രത്തോളം അവെയറാണ് നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച്, നമ്മളുടെ പിതാമഹന്മാരെ കുറിച്ച് എന്നുള്ളതിനൊക്കെയുള്ളൊരു വലിയ കുറേ ചിന്തകളുണ്ട്. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറേ AI വീഡിയോസ് ഉണ്ട്, കുറേ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ഡു. അത് നമ്മൾ ഇതുവരെ ചെയ്തൊരു രീതിയിൽ അത് ചെയ്താൽ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി. അത് 1 മണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത്, അടുത്തൊരു 100 വർഷം കഴിഞ്ഞാലും അവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു ആർക്കൈവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണം, അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണെന്ന് അറിയണം, ഇതൊക്കെയാണ്. അപ്പോൾ ഒരു പുതിയ ജനറേഷനിലേക്കും കൂടി എത്താൻ പറ്റുന്നൊരു മ്യൂസിക്, അതിൻ്റെ സ്കോർ പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സ്ക്രിപ്റ്റ് അയച്ചു. അപ്പോൾ അതിൽ കുറേ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്, പിന്നെ മണിപ്രവാള ഭാഷയിൽ എഴുതിയിട്ടുള്ള കുറേ ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പോസ് ചെയ്യണം ആദ്യം. അപ്പം അങ്ങനെയാണ് ഞാൻ, അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു കമ്പോസ് ചെയ്തോളൂ, ചിത്ര ചേച്ചി പാടും, മധുചേട്ടൻ പാടും. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ ടെൻഷൻ ബിൽഡ് ചെയ്യണം. അത് ഞാൻ ആദ്യമായിട്ടാണ്, മധുചേട്ടൻ എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ചേട്ടൻ ഇവിടുന്ന് വേറെ പാടി അയച്ചതൊക്കെയാണ്. പക്ഷെ നേരിട്ട് ഇവരെ പിന്നെ ഇവരുടെയൊക്കെയുള്ള ഏറ്റവും വലിയ 2 ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കമ്പോസ് ചെയ്താലും അവർ പാടും. അതെ, വളരെ ഈസി ആയിട്ട് അത് അപ്പോൾ പാടും. അപ്പോൾ അതുകൊണ്ട് ചാലഞ്ചിങ് എന്നല്ല, അവർക്ക് ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത്, ഇതിനു മുമ്പ് എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ, നമ്മൾ ഈ പറഞ്ഞ പണ്ഡിറ്റ് ശങ്കർനാഥ് ജ്യോത്സ്യർ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററി. അദ്ദേഹം കണ്ണൂരാണ് ജനിച്ചിട്ടുള്ളത്, 1770-കളിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കരിവള്ളൂർ ഞാൻ ആ വീട്ടിൽ പോയി, അദ്ദേഹം ജനിച്ച അവിടെ പോയി. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അറിയണമല്ലോ. അപ്പം അങ്ങനെ അവിടെ ലാഹോറിലെ രാജാവായ രഞ്ജിത് സിംഗ് അദ്ദേഹത്തിന് ഒരു വാള് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടു, ആ തറവാട് കണ്ടു. അദ്ദേഹം അവിടെ ഒരു കാമാക്ഷി ടെമ്പിളിൽ ഒരു വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്, അത് പോയി കണ്ടു. പിന്നെ ഏറ്റവും പ്രശസ്തമായ ആറ്റുകാൽ ദേവിയുടെ വിഗ്രഹം ഇദ്ദേഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാത്ത, അതാ ഞാൻ പറയുന്നത്, ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തിരിച്ചറിയുന്നത്, നമുക്ക് എത്ര അറിയില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വെറുതെ മ്യൂസിക് ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇതൊക്കെ ചെയ്തു, ഈ യാത്രയൊക്കെ ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ ദീപു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ സിംഗറിൽ ഇപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ദീപുവായിട്ട് ഞങ്ങൾ ഇരുന്ന് കമ്പോസ് ചെയ്ത്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിത്ര ചേച്ചിയുടെ മുമ്പിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കമ്പോസ് ചെയ്യാനൊന്നും സ്വാഭാവികമായിട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ചേച്ചിക്കാണെങ്കിൽ അന്ന് ഒട്ടും വയ്യ. അത് ദീപു ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് അവിടുന്ന് അതൊക്കെ ഫിക്സ് ചെയ്ത് അയച്ചു കൊടുത്ത് തിരിച്ച് ചേച്ചി ഒരു 3-4 ദിവസം ആദ്യം പറയുന്നത് ചിത്ര ചേച്ചിക്ക് ഒട്ടും വയ്യ, അപ്പോൾ ഒന്ന് കേട്ട് നോക്കുക, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പാടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. തിരിച്ച് ഞാൻ വന്ന ഓഡിയോന്റെ വെറുതെ വേവ് മാത്രം, അതായത് നമ്മൾ വെറുതെ ആ ഓഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ അത് മാത്രം കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഒരു ലെജൻഡായി മാറുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഒരേ കാലഘട്ടത്തിൽ രവീന്ദ്രൻ മാഷാണെങ്കിലും ജോൺസൺ മാഷാണെങ്കിലും സ്വാമിയാണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും ബാബുരാജാണെങ്കിലും ജനിച്ചുവെങ്കിൽ, അതേ കാലഘട്ടത്തിൽ യേശുദാസും ചിത്രയും സുശീലാമ്മയും ഒക്കെ ജാനകിയും ഒക്കെ ജനിച്ചു എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിന്റെ ഒരു മാജിക് നടന്നത്. അതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ഇത് താണുപോയാണ്. കാരണം ഞാൻ ഈ സോങ് തിരിച്ചയച്ചപ്പോൾ ഇത് ചിത്ര ചേച്ചിക്കല്ലാതെ ഇങ്ങനെ ആർക്കും പാടാനും പറ്റില്ല, അത്രയും പെർഫെക്ഷനും. സംസ്കൃതമാണെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ ഒരു ക്ലാരിറ്റി. അത് കഴിഞ്ഞ് മധുചേട്ടൻ സ്റ്റുഡിയോയിൽ വന്ന് പൊട്ടുപോലെ പാടാൻ അറിയാലോ, പിന്നെ മധുചേട്ടൻ എന്ത് കൊടുത്താൽ അതെ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ, അപ്പം അത്രയും ശ്ലോകങ്ങളുണ്ട്, ഒരു 14-15ഓളം ശ്ലോകങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നറേറ്റീവാണ്. പക്ഷേ ആ നറേറ്റീവിൽ തന്നെ ഓരോ 1.5 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോഴും നമുക്കിങ്ങനെ ഓരോ രാഗാസിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ
ഒരുപാട് മ്യൂസിഷ്യൻസ്. ഇപ്പോൾ വയലിനിൽ ആര്യദത്ത, പിന്നെ ഫ്ലൂട്ട് ഹരിപ്രസാദ് സുബ്രഹ്മണ്യം, ഗിറ്റാറിലേക്ക് സുമേഷ് ചേട്ടൻ, പിന്നെ ഋതം സുരേഷ് ചേട്ടൻ, പ്രോഗ്രാമറായിട്ട് അശ്വിൻ ചേട്ടൻ വന്നായിരുന്നു. ഒരുപാട് മ്യൂസിഷ്യൻസ്, അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ടീമൊക്കെ ഒരു 10 ദിവസം കഠിന പ്രയത്നം. കാരണം നമുക്ക് മാർച്ച് 1 കലാഭവനിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്രിവ്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ തിയേറ്റർ പ്രിവ്യൂവിന് നമ്മളിത് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാം സിത്താർ, പോൾസൺ ചേട്ടൻ, എസ് രാജ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട്. കാരണം ഇദ്ദേഹം കാൽനടയായിട്ടാണ് ഇവിടെ കാശിയിൽ പോയിട്ടുള്ളത്. കാശിയിൽ നിന്ന് അദ്ദേഹം ലാഹോറിലേക്ക് പോയി. ഈ ശങ്കർനാഥ് ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ലാഹോറിലെ രാജാവായ രഞ്ജിത് സിംഗിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ മ്യൂസിക്കുകൾ മാറുകയാണ്. അവിടുന്ന് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വരികയാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത്. അദ്ദേഹം അന്നത്തെ അങ്ങനെ 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 ഒരുപാട് കഥകൾ ഇങ്ങനെ പോയിക്കൊണ്ട്, ഞാനത് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാണുമ്പോൾ അത് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സിനിമ പോലെ എങ്ങനെ കാണാൻ, എങ്ങനെ അത് ഇമേജ് ചെയ്യാൻ പറ്റും, മ്യൂസിക്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കൂട്ടായ പ്രയത്നം. എഡിറ്റിംഗ് ടീം, രാഹുൽ, ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ആ ഒരു പ്രോജക്റ്റ്. ഈ ശ്ലോകാസിന് എത്ര സമയം എടുത്തു അതിപ്പം ഓരോ ക്രിയേറ്റ് ചെയ്യാനോ കമ്പോസ് ചെയ്യാനാണോ? കമ്പോസ് ചെയ്യാൻ അങ്ങനെ സമയം എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു നല്ലൊരു മ്യൂസിഷ്യൻ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് ഇത് ഐ ബിലീവ് ഇൻ ദാറ്റ് ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയില്ലേ നമ്മളത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫ്രം എ മ്യൂസിക് പെർസ്പെക്റ്റീവ് കേട്ടോ. എല്ലാറ്റിലും ഉണ്ടല്ലോ അത്. നമ്മൾ ഒരു യാത്ര നന്നാവണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ നന്നാവണം അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു മ്യൂസിഷ്യൻ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു ജോലിയായിട്ട് ഞാൻ കരുതുന്നില്ല. അതെൻ്റെ ചിലപ്പോൾ വീക്ക്നെസ്സുകളിൽ ഒന്നായിരിക്കാം കേട്ടോ. ഞാനല്ലാതെ അതിന് സ്ട്രെങ്ത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു പ്രൊജക്റ്റ് മൈ വീക്ക്നെസ് ഓൾസോ ദർ. അപ്പോൾ ഞാൻ നല്ല മ്യൂസിഷ്യൻസിനെ ഓൺ ബോർഡ് ആക്കിയിട്ട് ഞാൻ പാടി കൊടുക്കുന്നു, അവർ പാടുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന കറക്ഷൻ വേണമെന്ന് പറയുന്നു, അവർ പാടിത്തരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ജേണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസ്കൃതത്തിൽ അതിന് എടുത്തു പറയേണ്ട 2 ആൾക്കാർ, ഒന്ന് ഹേമന്ത് എന്ന് പറഞ്ഞിട്ട് സംസ്കൃത അധ്യാപകനാണ് അദ്ദേഹം, പിന്നെ എൻ്റെ അമ്മ. ഈ 2 പേരുമാണ് ഇതിൽ കുറേ കറക്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഇത് ചിലത് വൃത്തത്തിലാണ്, ചിലതിൽ പോയം പോലെയാണ്. അപ്പോൾ നമുക്കൊരു താളത്തിലേക്കൊന്നും പലപ്പോഴും ഇത് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗദ്യരൂപമാണ് പലതിനും. അപ്പോൾ നമ്മൾ ഈ പണ്ട് പറഞ്ഞ പോലെ ചുക്കു മുള കൂത്തിപ്പല്ലി എന്ന് പറയും. ചുക്കു മുള കൂത്തിപ്പല്ലി എന്ന് കട്ട് ചെയ്യാൻ പാടില്ല ഇടയിൽ. എന്നാൽ അത് ചുക്ക് മുളക് തിപ്പല്ലിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ സംസ്കൃതം നമ്മൾ നമുക്കത് എവിടെ കട്ട് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരാൻ ഇങ്ങനത്തെ ആളുകളും നമ്മൾ കൂടെ ഉണ്ട്. എന്നാലേ ഈ പ്രോജക്റ്റ് നമുക്ക് വിചാരിച്ച സ്ഥലത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും എനിക്ക് വലിയൊരു എന്താ പറയുക തിരിച്ചറിവ്, എന്നെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ്. അതായത് ഇത്രയൊക്കെ എനിക്കും അറിയുള്ളൂ, ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഇത് സംഭവം ആവുള്ളൂ, ഇത്രയും മ്യൂസിഷ്യൻസ് ഇതിൽ കൂടെ ഉണ്ടെങ്കിൽ ആവുള്ളൂ എന്നുള്ളൊരു ബോധം എനിക്കും ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത്രയും നന്നായി. ചിത്ര ചേച്ചിയും വിളിച്ചിരുന്നു, ഫോൺ ചെയ്ത് സംസാരിച്ചു. ചേച്ചിക്ക് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആ കുടുംബത്തിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയ എന്താ പറയുക വലിയൊരു ഒരു സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ഇനി എത്ര വലിയ പ്രോജക്റ്റിൽ എത്ര സിനിമകൾ ചെയ്യുന്നു, ഏത് ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പം ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാതെ അതിൻ്റെ വിൽ ബി ദെയർ. ആൻഡ് ആ ഗ്രാറ്റിറ്റ്യൂഡ് അവരോട് എപ്പോഴും ഉണ്ടാവും, ആ കുടുംബത്തോടും. ഇതിന്റെ ഒരു ക്ലാസിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ഇന്നത്തെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഒരു ചാലഞ്ചിങ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ആ ചാലഞ്ചിങ് വരുന്നത് അതിന്റെ ആപ്ലിക്കേഷനിലാണ്. അതായത് ഇപ്പോൾ ഒരു രാഗം നമ്മൾ എടുത്തിട്ട് അതിനെ അതേപോലെ തന്നെ വെക്കുമ്പോഴല്ല നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിന് അല്പം ഒരു ഫ്യൂഷനൈസ്ഡ് സ്വഭാവം വേണം, കുറച്ചൊരു മോഡേൺ എലമെന്റുകൾ വേണം. ആ മോഡേൺ എലമെന്റിലാണ് ഈ പറഞ്ഞ പോലെ സുമേഷ് ചേട്ടനും അശ്വിൻ ചേട്ടനും അങ്ങനെയുള്ള മ്യൂസിഷ്യൻസ് വരുന്നത്. അവരുടെ ഒരു ന്യൂ ഏജ് കളറിങ് അതിൻ്റെ ഒരു മ്യൂസിക് പാറ്റേണിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയും. ഇപ്പം നമ്മൾ കേട്ടില്ല അൺപ്ലഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഇലക്ട്രോണിക് സൗണ്ട്സ് ഒക്കെ കുറേ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? എലമെന്റുകൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ മോർ ഒരു 80% ലൈവ് ഇൻസ്ട്രുമെന്റുകളാണ്, ഒരു 10-15% പ്രോഗ്രാംഡ് എലമെന്റുകൾ. അതായത് കീബോർഡിൽ അത് ഏറ്റവും ലാസ്റ്റ് ചെയ്താണ്, ബാക്കി എല്ലാം ലൈവാണ്. ആൻഡ് ഐ ബിലീവ് ഇൻ ദിസ് ലൈവ് എനർജി. ഇപ്പം നമ്മളൊന്നും സംസാരിക്കുന്നില്ല, ഇപ്പൊ അപ്പുറത്ത് എനിക്ക് ഒരു റോബോട്ടോ അല്ലെങ്കിൽ AI ആണ് സംസാരിക്കുന്നത്. ഹൗ വിൽ ബി മൈ റിയാക്ഷൻ ടു ഇറ്റ് അല്ലേ? ദർ ഇസ് എൻ എനർജി ഹാപ്പനിങ് ബിറ്റ്വീൻ അസ് അല്ലേ? അതല്ലേ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക. അതുപോലെ തന്നെയാണ് സംഗീതവും. അപ്പോൾ ഏത് AI ഏത് രീതിയിൽ വന്നാലും നമ്മളൊരു ആർട്ടിസ്റ്റ് അവിടെ വന്നിരുന്ന്
അദ്ദേഹത്തിൻ്റെ ഒരുപാട് നീണ്ട കാലത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കാം അത്രയും ഈസി ആയിട്ട് അത് വായിക്കാൻ പറ്റുന്നത്. അതിനൊരു ജേണി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ട്രോമയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക യാതനയുണ്ട്. അപ്പം അതൊക്കെ ആ മ്യൂസിക്കിലൂടെ കൺവേർട്ട് ചെയ്യാണ് ആ വിഷമങ്ങൾ. അപ്പം അത് അവിടെയാണ് ആ ഇമോഷൻ നമ്മൾ ടച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തൊരു അവിടെയാണ് അത് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പിരിച്വൽ മൂഡ് നല്ലോണം. സ്പിരിച്വൽ മൂഡ് എന്ന് പറയുന്നത് നമ്മളൊരു അതിപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ റിലീജിയസ് ആംഗിൾ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങൾ മുഴുവന് വേണമെങ്കിൽ റിലീജിയസ് ആംഗിളിലേക്ക് കൊണ്ടുപോയിട്ട് വളരെ ക്ലാസിക്കൽ പക്ക അങ്ങനെയാണ്. ഇതിനെ എപ്പോഴും നമ്മൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം തന്നെ മ്യൂസിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് മ്യൂസിക്കിനെ, അതായത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന എന്തോ ഒരു സ്പിരിച്വൽ എലിമെൻറ്റ് അത് ഇൻ ടേംസ് ഓഫ് വേവ്, അതായത് ഇപ്പം നമ്മൾ പറയാം ഒരു എനർജി, അത് നമ്മൾ ചില ഫ്രീക്വൻസീസ് ഉണ്ട് ശബ്ദത്തിൽ. ഒരു പക്ഷേ മൈ എൻജിനീയറിങ് സൈഡ് വുഡ് ഞാൻ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അത് അങ്ങോട്ട് പോകുന്നുണ്ടാവുക. ചിലപ്പോൾ സർട്ടൺ ഫ്രീക്വൻസീസ് ക്യാൻ ഇമ്പാക്ട് യുവർ മൈൻഡ് ആൻഡ് ഗിവ് യു പോസിറ്റീവ് എനർജി. നമ്മൾ കണ്ടിട്ടില്ലേ പല ഉറങ്ങാൻ വേണ്ടിയിട്ട് ചില ഫ്രീക്വൻസീസ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ കോമ്പോസിഷൻസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലത് നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില പോയിന്റിൽ ചില കോമ്പോസിഷൻ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ മ്യൂസിക് ഹീൽസ് എന്നാണല്ലോ. അതെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസീസ് അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി മോർ ദാൻ ദാറ്റ് യു ജസ്റ്റ് നീഡ് ടു സറണ്ടർ ടു ദി ഹോൾ പ്രോസസ്. ആദ്യം നിങ്ങൾക്ക് അത് അറിയില്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, ലെറ്റ് മീ ജസ്റ്റ് സറണ്ടർ ടു ദ പ്രോസസ് ആൻഡ് സീ വാട്ട് ഇസ് ദി ഔട്ട്കം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അയാളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ചിത്ര ചേച്ചി അവിടെ അത് പാടി നമ്മൾ തിരിച്ചയക്കുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഇപ്പം എൻ്റെ അടുത്ത് തിയേറ്ററിൽ നിന്ന് കേട്ട ആൾക്കാർ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബീന ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര രസമുണ്ട് രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഞാനൊന്നും അല്ല അത് ചെയ്തിട്ടുള്ളത്, അതൊരു എന്താ ഒരു ടീം. അതായത് അത് ഏതോ ഒരു എനർജി ഇങ്ങനെ പാസ്സായത് ചേച്ചിയുടെ എക്സ്പീരിയൻസിലൂടെ വന്ന് ചേച്ചി അത് ഒരു വേവ് ഫോമായിട്ട് ചേച്ചിയുടെ എനർജി തരുന്നു. ഞങ്ങളതിനെ ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഒരു എനർജി ഫോമായിട്ട് കൺവേർട്ട് ചെയ്തൊരു വേവിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പിരിച്വൽ സൈഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് അറിയുന്നതിൽ സന്തോഷം. പക്ഷെ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ എനിക്കറിയില്ല. എനിക്ക് ഈ ജന്മം തന്നെ പറ്റുമോ എന്ന് എനിക്കറിയില്ല.